എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ തുടങ്ങിയ MBBS, BDS കോഴ്സുകൾ ഒഴികെയുള്ള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ഇതുവരെയായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു പേജിൽ കാണുന്ന കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങളെ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ കൺഫർമേഷൻ ചെയ്യാത്ത അപേക്ഷകൾ ഈ ഒരു സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൂടാതെ നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങളുടെ മുമ്പുള്ള അഡ്മിഷൻ അവിടെ നിലനിൽക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ എടുത്ത അഡ്മിഷൻ നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് ഈ ഒരു സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ കൺഫർമേഷൻ ചെയ്താൽ മതി. പങ്കെടുക്കേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫേം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷനുകൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതുകൂടാതെ ഏതെങ്കിലും ഹയർ ഓപ്ഷനുകൾ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രമം ക്രമീകരിക്കണം. അതായത് ഒന്നാമതുള്ളതിനെ മൂന്നാമത്, അല്ലെങ്കിൽ രണ്ടാമതുള്ളതിനെ 10ാമത് എന്നിങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുന്നതിനും ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് അവസരം. അപ്പോൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ടുള്ള താൽക്കാലിക അലോട്ട്മെൻറ്റ് ഡിസംബർ 7-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അതായത് സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ ഓപ്ഷൻ അതായത് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ കൺഫേം ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അതേസമയം നിങ്ങൾക്ക് നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റിന് സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യം ഇല്ല എങ്കിൽ കൺഫേം ചെയ്യേണ്ട ആവശ്യമില്ല. കൺഫേം ചെയ്ത അപേക്ഷകൾ മാത്രമേ ഈ ഒരു സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് വിദ്യാർത്ഥികളോട് നിശ്ചിത ഫീസ് അടക്കാനായിട്ട് ഉണ്ടാവും. അതായത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിശ്ചിത ഫീസ്, കോളേജിൽ അടക്കേണ്ട ഫീസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും. അപ്പോൾ അത് 2021, അതായത് സ്വാശ്രയ കോളേജുകളാണ് ലഭിക്കുന്നത് എങ്കിൽ 2021-22 വർഷത്തെ ഫീസായിരിക്കും ഇപ്പോൾ അടക്കേണ്ടത്. 2022-23 വർഷത്തെ ആ ഒരു ഫീസ് സ്ട്രക്ചർ സ്വാശ്രയ കോളേജുകളിലെ ഫീസ് സ്ട്രക്ചർ ചെയ്തിട്ടില്ല, അതായത് ആ ഒരു ഫീസ് സ്ട്രക്ചർ നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫീസ് വരുന്ന സമയത്ത് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ആ ഒരു എക്സ്ട്രാ വരുന്ന ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ, അതുകൂടാതെ കോളേജിൽ അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ പിന്നീടാണ് വരിക. അപ്പോൾ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം വരെ പങ്കെടുക്കുന്നതിനായിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ, അതായത് കൺഫർമേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ, അതായത് നേരത്തെ കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും നഷ്ടപ്പെടില്ല. അതായത് നിങ്ങളെടുത്ത അഡ്മിഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.